പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ സംസ്ഥാനങ്ങളിലും ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസുണ്ട്. പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളത്. കേരളത്തിലും ക്രമസമാധാന ചുമതല പോലീസിൻ്റെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. കേരളത്തിൽ ഏതാണ്ട് ഒരു 60-65,000 വരുന്ന പോലീസുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആ പോലീസിന് നമുക്കറിയാം, സാധാരണ പോലീസുകാരൻ, അതിന് മുകളിൽ സബ് ഇൻസ്പെക്ടർ കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ കഴിഞ്ഞ് DYSP കഴിഞ്ഞ് SP കഴിഞ്ഞ് DIG, IG, പിന്നെ DGPമാർ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ക്രമസമാധാന ചുമതലയുള്ള DGP. അതായത് കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് DGP ആണ്. സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏതാണ്ട് 65,000 വരുന്ന സുശക്തമായ പോലീസ് സേനയെ നയിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. നമുക്കറിയാം, അനിൽകാന്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ DGP ആയി നിയമിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഇതുവരെ അങ്ങനെ തെറ്റായ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ NIA പോയ വിജയ് സാഖറയെ കുറിച്ചിട്ട് നമ്മൾ ആരോപണങ്ങൾ, സമ്പത്ത് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ടോമിൻ തച്ചങ്കരിയെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജയിൽ DGP ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ പറഞ്ഞു, സുദീപ് എന്നൊക്കെ പേര്, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പിരുന്ന DGP ആയിട്ടുള്ള അനിൽകാന്തിനെ കുറിച്ച് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് DGP ആയിരുന്ന ലോകനാഥ് ബെഹ്റയെക്കുറിച്ചിട്ട് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ADGP ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ട്, ADGP ആയിട്ടുള്ള ശ്രീജിത്തിനെ കുറിച്ചിട്ട് ആരോപണങ്ങളുണ്ട്. ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടിരിക്കുന്ന MR അജിത് കുമാറിനെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ട്. പക്ഷേ ആരോപണങ്ങളുടെ എല്ലാം ഇടയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് DGP ആയി നിയമിതനായിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ കുറിച്ചിട്ട് അങ്ങനെ ആരോപണങ്ങളൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടോയെന്നറിയില്ല, ഞാൻ എന്തായാലും കേട്ടിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇന്ന് കേരളത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP ഉണ്ടോ എന്നാണ്. ഉണ്ടോ? ഇവിടെ പോലീസിന് നേതൃത്വം നൽകുന്ന ഒരു DGP ഉണ്ടോ? ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു നടപടിയും DGPയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. എന്ന് മാത്രമല്ല, പോലീസിൻ്റെ നടപടികൾ ഏറ്റവും ജനവിരുദ്ധമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 1957 ശേഷം പോലീസ് ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് സംശയമാണ്. എത്ര കേസുകൾ ഇന്നിപ്പോൾ മലയാള മനോരമയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നവകേരള ഈ പറഞ്ഞ പോലെ സദസ്സ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച DYFIയുടെ പ്രവർത്തകരുണ്ട്. അവർക്കെതിരെ ഒരു നടപടിയുമില്ല. നവകേരള സദസ്സിൻ്റെ ദിവസം കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് പടിഞ്ഞേറാച്ചലിനെ ആക്രമിച്ച കേസിൽ 1-2 പ്രതികളായ ബേസിൽ എൽസൺ എന്നിവർക്ക് കോതമംഗലം കേസിൽ ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതികളായിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കോടതി കൈയൊഴിഞ്ഞവർക്ക് പോലീസ് ജാമ്യം. അതുപോലെ തന്നെ ആർഷോ എന്ന് പറഞ്ഞ ആൾ സർവതന്ത്ര സ്വതന്ത്രനായി നടക്കുന്നു. ജാമ്യമില്ലാ കുറ്റം, ഏരിയ സെക്രട്ടറി സ്വതന്ത്രൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഗൺമാൻ സർവതന്ത്ര സ്വതന്ത്രമായി നടക്കുന്നു. അതുപോലെ തന്നെ ചാലക്കുടിയിൽ ജീപ്പിന് മുകളിൽ നിന്ന് ജീപ്പ് എല്ലാം തല്ലിപ്പൊളിച്ച അയാൾ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും പുതിയതായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലും ഈ പറഞ്ഞതുപോലെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത സംഭവം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ നടപടികളിൽ എവിടെയെങ്കിലും ഈ നടപടികൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം, ഊർജം, ഇച്ഛാശക്തി അത് കാണിക്കാൻ ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കഴിഞ്ഞിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അയാളൊരു DGP അല്ലേ, ക്രമസമാധാന ചുമതലയുള്ള DGP അല്ലേ, അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പഴയങ്ങാടിയിൽ നവകേരള സദസ്സിൻ്റെ വണ്ടി വന്നപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു DYFIക്കാർ. എന്തെങ്കിലും പറഞ്ഞോ ഇയാൾ? അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരെ
പോലീസുകാർ നോക്കി നിൽക്കെ DYFIക്കാർ അടിച്ച് കൈയും കാലും തല്ലി ഓടിച്ചു. അവിടെ എവിടെയെങ്കിലും ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് രംഗത്ത് വന്നോ? അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പോയി ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ എവിടെയായിരുന്നു ഈ ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഈ DGP? അങ്ങനെ എത്ര പോലീസ് അതിക്രമങ്ങൾ, അട്രോസിറ്റീസ്, എത്ര അട്രോസിറ്റീസ് അവിടെയും ഇവിടെയുമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനവുമായി ഈ ദർവേഷ് സാഹിബ് രംഗത്ത് വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തു. തീർത്തും നിയമവിരുദ്ധമല്ലേ? 20 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ അറസ്റ്റ് അടിമുടി സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമല്ലേ? ഇതൊക്കെ നടക്കുമ്പോഴും എവിടെയാണ് ഈ DGP എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ DGP എന്തിനാണ് ആ കസേരയിൽ അമർന്നിങ്ങനെ ഇരിക്കുന്നത്? ആ കസേരയ്ക്കൊരു മഹിമയില്ലേ? ആ കസേരയിൽ ഭാവനാസമ്പന്നരായിട്ടുള്ള എത്രയോ DGPമാർ ഇരുന്നിട്ടുണ്ട്. ഹോർമി സരകൻ ഇരുന്നിട്ടുണ്ട്, ബാലസുബ്രഹ്മണ്യം ഇരുന്നിട്ടുണ്ട്, TP സെൻകുമാർ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എത്ര പേര് അവിടെ ഇരുന്നിട്ടുണ്ട്. അവർ പോലീസ് സേനയെ നേരായ വഴിയിൽ കൂടി നയിച്ചിട്ടുണ്ട്. ആ കസേരയിലിരിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് CPMൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയുടെ നിലയിലേക്ക് തരം താഴുകയല്ലേ സുഹൃത്തുക്കളെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ CPMക്കാർ പറയുന്നത് എന്താണ്? പിണറായി വിജയൻ്റെ പോലീസ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPMക്കാർക്ക് എന്തും ചെയ്യാമെന്നുള്ളതല്ലേ ഇന്നത്തെ അവസ്ഥ? എന്തു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും CPMക്കാർക്ക് ഇടപെടാം എന്നുള്ളതല്ലേ ഇന്നത്തെ അവസ്ഥ? പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ടു പോകാമെന്നുള്ളതല്ലേ ഇന്നത്തെ അവസ്ഥ? ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള ഇച്ഛാശക്തി, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ടതാണെന്ന് പറയാനുള്ള ഇച്ഛാശക്തി, ഇത് നിയമവിരുദ്ധമാണെന്ന് പറയാനുള്ള ധൈര്യം, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള ഊർജ്ജമാർജവം, അത് കേരളത്തിലെ DGP ദർവേഷ് സാഹിബിനില്ലെങ്കിൽ, മിസ്റ്റർ ദർവേഷ് സാഹിബ്, നിങ്ങൾ ആ കസേരയിലിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മിസ്റ്റർ? നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് ഒപ്പിട്ടുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണോ? നിങ്ങൾ DGP ആണോ അതോ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ക്ലർക്കാണോ, ക്ലറിക്കൽ ജോലിക്കാണോ നിങ്ങളെ അവിടെ വെച്ചിരിക്കുന്നത്? നിങ്ങളെ നിയമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ പാടില്ല എന്നുള്ളതിൽ സുപ്രീം കോടതി വിധിയില്ലേ DGPമാരെ? ആ സ്ഥാനത്ത് എന്തിനാണ് നിങ്ങൾ ഈ P ശശി പറയുമ്പോൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നതും, കിടക്കാൻ പറയുമ്പോൾ ഉരുളുന്നതും എന്തിനാണ് മിസ്റ്റർ ദർവേഷ് സാഹിബ്? ഇത്രയേറെ പോലീസ് അതിക്രമങ്ങൾ നടക്കുമ്പോൾ, പോലീസ് ഇത്രയേറെ മോശമായി കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതം താറുമാറാക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾ? കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു ഒരു അഭിഭാഷകൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലിട്ട് വരട്ടുന്നത്? നിങ്ങൾ കണ്ടില്ലായിരുന്നോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ജനനിയന്ത്രണത്തിലേക്ക് ലാത്തിയിട്ട് കുത്തുന്നത്? ദർവേഷ് സാഹിബേ, നിങ്ങൾ കണ്ടില്ലേ? അതോ നിങ്ങളിതൊക്കെ കാണുമ്പോഴത്തേക്ക് കണ്ണടച്ച് കെട്ടുമോ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ DGP ആയിട്ടല്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഒരു ക്ലർക്കോ പ്യൂണോ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അന്തസ്സുള്ള ആർജവമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു DGPയാണ് ആവശ്യം. നിങ്ങളെപ്പോലെ ഒരു ഏറാൻ മൂളിയല്ല, ഒരു കുറ്റിച്ചൂലിനെയല്ല ജനങ്ങൾക്ക് DGP ആയിട്ട് വേണ്ടത്. ജനങ്ങളുടെ സ്വത്തിനും ജീവിതത്തിനും സംരക്ഷണവും സുരക്ഷയും നൽകുന്ന ഇച്ഛാശക്തിയുള്ള, ആത്മാർത്ഥതയുള്ള, പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്ന, നിയമത്തിൻ്റെ അതിരിന് ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു DGPയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ DGP അതല്ല. ഇന്ന് DGP എന്ന് പറയുന്നത് MR അജിത് കുമാറാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതിൽ നാണമില്ലേ, ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ DGP ആയി ഇരിക്കുമ്പോൾ DGPയുടെ അവകാശങ്ങൾ മുഴുവൻ നിങ്ങളുടെ ADGP അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ മിസ്റ്റർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ കസേരയുടെ മഹിമ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? അതുകൊണ്ട് ആ കസേരയിലിരിക്കുന്ന ശിഷ്ടകാലത്തേക്കെങ്കിലും
ഇച്ഛാശക്തിയോടുകൂടി സ്വന്തം തീരുമാനം ആർജവത്തോടുകൂടി നടപ്പിലാക്കാനുള്ള ധൈര്യമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അല്ലാതെ പി ശശി ഒന്ന് അമർത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുകയല്ല കേരളത്തിലെ DGP ചെയ്യേണ്ടത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഷെയ്ഖ് ദർവേഷ് സാഹിബിനോട് എന്ന് പറയുന്ന ക്രമസമാധാന പാലന ചുമതലയുള്ള DGPയോട് പറയാനുള്ളത്.